കളിയല്ല കല്യാണം. രേണുക ആർട്സിനു വേണ്ടി ടി.പി. മാധവൻ നായർ നിർമ്മിച്ച ചിത്രമാണ് കളിയല്ല കല്യാണം. 1968 ആഗസ്റ്റ് 9 ഈ ചിത്രം റിലീസ് ചെയ്തു. രചന നിർവഹിച്ചത് ഡോക്ടർ ബാലകൃഷ്ണൻ. ഗാനരചന പി. ഭാസ്കരൻ. സംഗീതം എ.ടി. ഉമ്മർ. പാടിയവർ യേശുദാസ്, പി. ജയചന്ദ്രൻ, എസ്. ജാനകി, എൽ.ആർ. ഈശ്വരി, ലത. അഭിനയിച്ചവർ സത്യൻ, ശാരദ, എസ്. പി. പിള്ള, അടൂർ ഭാസി, സച്ചു, ജയഭാരതി, ബഹദൂർ, സുകുമാരി, ജി. കെ. മുള്ളൂർക്കര, കെ. എസ്. പാർവതി, മണവാളൻ ജോസഫ്, കാലയ്ക്കൽ കുമാരൻ, ദൊരൈ, മീന. ഛായാഗ്രഹണം ആർ. എൻ. പിള്ള. സംവിധാനം എ. ബി. രാജ്. കഥ: ഊർജ്ജസ്വലനും സമർത്ഥനുമായ ഡോക്ടറാണ് മോഹൻ. ആരോടും ആവശ്യമില്ലാതെ ചങ്ങാത്തം കൂടാനോ സംസാരിക്കാനോ താൽപ്പര്യപ്പെടാത്ത പ്രകൃതമാണ് മോഹൻ്റേത്. എന്നാൽ ഒരു നാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് 3-4 യുവസുന്ദരികൾ വന്നു. തൻ്റേടികളും സാമർഥ്യക്കാരികളുമായ എന്തിനും തികഞ്ഞ അവർ എത്തിയത് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അവരുടെ ക്ലബിൻ്റെ വാർഷികം. ആ വാർഷികത്തിന് ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഇറങ്ങിയവരാണ് അവർ. മോഹനോട് ടിക്കറ്റ് വാങ്ങാൻ അഭ്യർത്ഥിച്ചു. ക്ലബ്ബ് വാർഷികത്തിൽ നാടകം മുഖ്യ ഇനമാണ്. നാടകത്തിനുള്ള ടിക്കറ്റാണ്. നാടകത്തോട് തനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് മോഹൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാനും ആവശ്യപ്പെട്ടു. പെൺകുട്ടികളുണ്ടോ വിടുന്നു. അവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അമ്മാവൻ കയറി വന്നത്. അമ്മാവനും മോഹനെ ടിക്കറ്റ് എടുക്കാൻ നിർബന്ധിച്ചു. നിർബന്ധവും അപേക്ഷയും എല്ലാം കൂടിയായപ്പോൾ അവരെ ഒഴിവാക്കാനെന്ന വണ്ണം അയാൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അവരിൽ ഒരാളായ വസന്ത എന്ന പെൺകുട്ടി ഡോക്ടറുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ യുവസുന്ദരിയായിരുന്നു ഡോക്ടറെ ഏറെ നിർബന്ധിച്ചതും. നാടകം കാണുവാൻ മോഹൻ പോയി. പരിപാടിയുടെ അവസാനം ഡോക്ടറെ വസന്തയും കൂട്ടുകാരികളും കൂടി സ്റ്റേജിലേക്ക് കയറ്റി. അവരോടൊപ്പം നൃത്തം ചെയ്യിച്ചു. പൊതുവെ അധികം ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഡോക്ടർക്ക് വലിയ ദേഷ്യമാണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. വഴിയിൽ വച്ച് ടയർ പഞ്ചറായി നിസ്സഹായരായി നിന്നിരുന്ന യുവതികളോട് ഡോക്ടർ തൻ്റെ ദേഷ്യം മുഴുവനും പ്രകടിപ്പിച്ചു. ഡോക്ടറുടെ ശകാരം വസന്തയെ ഏറെ വേദനിപ്പിച്ചു. ആ അകൽച്ചയിൽ നിന്നും ഉണ്ടായത് ഒരടുപ്പമായിരുന്നു. അവൾ ഡോക്ടറുമായി കൂടുതൽ അടുത്തു. ഡോക്ടർ മോഹനും വസന്തയും പ്രണയബദ്ധരായി. എന്നാൽ ഈ ബന്ധത്തെ എതിർത്തത് വസന്തയുടെ അമ്മയായിരുന്നു. ഭാര്യയുടെ വാക്കിനപ്പുറത്ത് ചലിക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് വസന്തയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടവും വസന്തയുടെ ഇഷ്ടവും ഒന്നും അയാൾ ഭാര്യയോട് പറയാതെ അടക്കിപ്പിടിച്ച് നടന്നു. വസന്തയുടെ അമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ ഒരു സ്വന്തത്തിൽപ്പെട്ട യുവാവ്, അവൻ മറുനാട്ടിലാണ്. അവനെ കൊണ്ട് വസന്തയെ വിവാഹം കഴിപ്പിക്കണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. വസന്തയുടെ വീട്ടിലെ എതിർപ്പ് മോഹനെ തളർത്തുകയല്ല, കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്തത്. എന്തു വന്നാലും വസന്തയെ വിവാഹം കഴിക്കാം എന്നുറപ്പിച്ച അയാൾ വസന്തയുടെ ഏറ്റവും അടുത്ത സ്നേഹിതയായ ശാരദയുടെ സഹായം തേടി. വസന്തയുടെ അമ്മ മകളുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹ ദിവസം അടുത്തു വന്നു. ശാരദ വസന്തയായി നടിച്ച് അമ്മ തിരഞ്ഞെടുത്ത മറുനാടൻ വരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വസന്തയെന്ന് ധരിച്ച് അയാൾ വരണമാല്യം അവളെ ചാർത്തി. നടന്ന സംഭവം മനസ്സിലാക്കിയ അമ്മ കോപത്താൽ ജ്വലിച്ചു. എന്നാൽ അവരുടെ സ്വന്തക്കാരനായ യുവാവിന് ശാരദയെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞിരുന്നു. തുടർന്ന് ഡോക്ടർ വസന്തയെയും വിവാഹം കഴിച്ചു.